അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് അമ്മമ്മയുടെ വീട്ടിലെ പാർട്ട് 2 നമ്മളെ ഇന്ന് നേച്ചറിനെ കാണാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും ഈ ഒരു ചുറ്റുപാടുള്ള കാഴ്ചകൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ അമ്മമ്മയുടെ വീട്. ഇത് വരുന്നത് ബാലുശ്ശേരി പുല്ലശ്ശേരിയിലാണ്. ഇവിടെ മുതൽ അവിടെ വരെ കുറേ ഭാഗം എന്താണ് കൃഷിയാണ്. ഇതാണ് അമ്മമ്മേൻ്റെ പൂന്തോട്ടത്തിലെ കുറച്ച് ചെടി. ഇത് അമ്മമ്മേൻ്റെ ചൂല്. ഇതാ ഇവിടെ അടിച്ചു വരുന്നതാണ്. ഇവിടെ ഒരു മഞ്ഞായും വെള്ളയും ഉള്ളൊരു പൂവ് ഇതൊക്കെ കാണാൻ കഴിയും. ഇത് ചെടിച്ചട്ടിയിലാണ് വളർത്തിയത്. ഇതൊരു വയലറ്റ് ചെടിയാണ്. ഇതിനെപ്പറ്റി നമുക്ക് അറിയില്ല. നമുക്ക് കൃഷി ഓഫീസറിനോട് ചോദിച്ചിട്ട് നമുക്കറിയാം. ഇതൊരു വേറൊരു ഓറഞ്ച്, ഒരു ടൈഗറിനൊക്കെ പോലെയുള്ള ഒരു ഫ്ലവറാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വേറെ ഒരു തരത്തിലുള്ള ഒരു പച്ച കളറുള്ള ഒരു ചെടിയാണ്. ചെടികൾ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ മീൻ കൃഷിയൊക്കെ കാണിച്ചു തരാനുണ്ട്. ഇതാണ് നമ്മൾ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കഞ്ഞിക്കൂർക്കൽ. ഇതൊരു കളർ ചെടി എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ്. ഒരു പിങ്കും ഒരു വയലറ്റും വരുന്ന ഒരു ഗ്രീനും വരുന്ന ഒരു കളറാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട അതേ പൂവ് ഇവിടെയും ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുറേ ചെടികളൊക്കെ ഇവിടെ അപ്പുറത്തുനിന്നൊക്കെ കാണാൻ കഴിയും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇത്ര വലുപ്പമുള്ള ചെടി. പിന്നെ മണി പ്ലാന്റ് അവിടെ കുഞ്ഞി മണി പ്ലാന്റ് ഇവിടെ ഉണ്ട്. ഇത് വേറെ അപ്പുറത്തും. ഇത് വേറെ ഒരു ചെടിയാണ്. നല്ല കളറൊക്കെ ഉള്ള റെഡ് ഔട്ട്ലൈനൊക്കെ വരുന്ന ഒരു ചെടിയാണ്. അമ്മ വളർത്തിയ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് കാണാൻ കഴിയും. നല്ല സ്നേക്ക് പോലെ തന്നെ നീളത്തിലുള്ള ഒരു സാധനമാണ്. അതുകൊണ്ടായിരിക്കും ആ ഒരു പേര് വന്നത്. ഉള്ളോട്ട് നമ്മളിങ്ങനെ പോവാം. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇത് വേറെ ഒരു പൂവാണ്. കളറൊരു വ്യത്യസ്ത തരത്തിലുള്ള കളറാണ്. ഇത് നല്ലൊരു പൂവാണ്. ഇതിൻ്റെ പേര് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അടിപൊളി നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. ഇതേ ചെടി ഇവിടെയും അമ്മ നട്ട് വളർത്തിയിട്ടുണ്ട്. ആ ഒരു നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു ചെടിയാണ്. മുല്ലപ്പൂ പോലെയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളൊക്കെ പറയുന്ന ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു ചെടി. നല്ല ഭംഗിയായിട്ടോ കാണാം. ഇതൊരു നല്ല ഒരു ഓറഞ്ചും റെഡും കൂടി കലർന്നിട്ടുള്ള ഒരു കളർ ചെടിയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ നമുക്ക് അവിടെ ചെട്ടിപ്പൂവ് കാണാൻ കഴിയും. കോസ്മസ് ആണ് കേട്ടോ, മാറിപ്പോയതാണ്. ഇതാണ് കോസ്മസിന്റെ വലിയ തൈ. നല്ല വലുപ്പമുള്ള തൈയാണ് കേട്ടോ. ഇതൊരു വലിയ മരമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയൊരു മരമാണ്. ഇത് നന്ദ്യാർ വട്ടം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പൂക്കൾ ഉണ്ടാവുന്ന മരമാണ്. കണ്ടോ, ഇതിൽ നല്ല ഒരു പൂ പോലത്തെ കുറേ മൊട്ടും ഒക്കെ വിരിഞ്ഞിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ കുറേ കാണാൻ കഴിയും. മുകളിൽ വരെ ഉണ്ട്. ഇപ്പോൾ കുറേ മൊട്ടുകളായിട്ടാണ് ഉള്ളത്. രാവിലെ ആകുമ്പോൾ നമുക്ക് വിരിഞ്ഞിട്ട് കാണാൻ കഴിയും. ഇതാണ് വേറെ ഒരു വയലറ്റ് പൂവ് എന്ന് പറയുന്നൊരു ശരിയാണ്. അതിൻ്റെ മൊട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഒരു കുരുമുളക്. പിന്നെ അതാണ് ഒരു മഞ്ഞ കളറിൽ നല്ല എരിവുള്ള പച്ചമുളകാണിത്. ഇതാണ് നല്ല ഉണ്ടായിട്ടുള്ള കൊലകൊലയായിട്ടുള്ള കുരുമുളക്. വേറെ നല്ല ഭംഗിയുള്ള നമ്മുടെ ചിത്രം വരയ്ക്കും പോലെയുള്ള ഒരു പൂവാണിത്. ഇതാണ് കളർ വെറ്റില എന്ന് പറയുന്ന ഇതാണ് തളിർ വെറ്റില. ഇത് മാമൻ വളർത്തിയ ഒരു ചെടിയാണോ. നല്ല ഉയരത്തിൽ വളർന്നിട്ടുണ്ട് കേട്ടോ. മണി പ്ലാന്റ് ആണ്. നല്ല വലുപ്പത്തിൽ വളർന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലോട്ട് നോക്കിയാൽ നമ്മുടെ ഈ ഒരു ചെടി കാണാൻ കഴിയും. എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയായിട്ട് കാണാം. മുകളിൽ ഇതാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ കാണുമ്പോൾ ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് താഴോട്ട് നോക്കിയാൽ ഈ ഒരു ചെടി കാണാൻ കഴിയും. പിന്നെ തൊട്ടടുത്തായിട്ട് നമ്മുടെ മീനുകളുണ്ട്. കുറേ മീനുണ്ട് കേട്ടോ. ഇവിടെ കുറേ മീനുകൾ നമുക്ക് കാണാൻ കഴിയും. കുറേ മീനുണ്ട്.
2 പാനയിൽ കുറേ ഒരു മീൻ കൂടി ഉണ്ട്. നമുക്ക് അതുകൂടി കാണാം. നമുക്ക് ഈ ഒരു പാന ആദ്യം കാണാം. ഇതിനകത്ത് നല്ല കുറേ കാലമായിട്ടുള്ള മീനുകൾ കാണാൻ കഴിയും. ഗപ്പി കൂടുതലുണ്ട് കേട്ടോ. ഇതിൽ സരിവാലും ഉണ്ട്. നല്ല വലുപ്പമുള്ള കുറേ മീനുകൾ നമുക്ക് കാണാൻ കഴിയും. കുറേ നേരം ഫോക്കസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കുറേ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഈ ഒരു പാന കഴിഞ്ഞാൽ വേറെ ഒരു പാന കൂടി നമുക്ക് കാണാനുണ്ട്. ഇത് വേറൊരു ബക്കറ്റിൽ വളർത്തിയിട്ടുള്ള കുറച്ച് മീനാണ്. അതിൽ കുറേ കുഞ്ഞു മക്കളുണ്ട് കേട്ടോ. ഇതൊരു വലിയ പാന, നമുക്കതൊക്കെ കയറി കുത്തിരിക്കാൻ കഴിയുന്ന പാനാണ്. ഇതിലുള്ളതെല്ലാം വലുതാവുന്ന മക്കളാണ്. നല്ല വലുപ്പമുള്ള മീനുകളാണ് ഇതിലുള്ളത്. കുറേ ചാടി കളിക്കുന്ന മീനുണ്ട് കേട്ടോ. വലിയൊരു സാധനമുണ്ട്. നോടുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതിലൊരു മാഗിക്കുട്ടി ഉണ്ടായിരുന്നു. കുറച്ച് കാലം മുമ്പായി ചത്തു പോയിട്ടുണ്ട്. ഞാനും അതിൻ്റെ കൂട്. അപ്പോൾ ഗൈസ്, ഈ ഒരു സാധനം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അന്ന് തന്നെ കാണിച്ചു തന്ന ഒരു സാധനമായിരുന്നതാ, ഒരു മരത്തിൻ്റെ വേരാണിത്. ഇത് വലിയൊരു മാവാണ് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ 10 വർഷം എന്നായിരുന്നു പറഞ്ഞത്. അതെന്നോട് തെറ്റിപ്പോയതാണ്. ഇപ്പോഴാണ് എനിക്കതിനെ മനസ്സിലായത് എത്ര വർഷമാണത്. ഇത് 100 വർഷം പഴക്കമുള്ള ഒരു മരമാണ്. നല്ല ഉറപ്പുണ്ട് കേട്ടോ. ഇവിടെ വരെ അതിൻ്റെ വേരാണെന്ന് നമുക്ക് തോന്നൂല. ഇതിൻ്റെ വേരാണ് കേട്ടോ. അവിടെ വരെ നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നും കുറേ പോകാനുണ്ട്. നമ്മൾ അവിടെ വരെയൊന്നും തോന്നില്ല, നീണ്ടു പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ അമ്മമ്മയുടെ ഇഞ്ചി കൃഷി കാണാൻ പോവാണ്. അമ്മമ്മ കൂടെ ഉണ്ട്. അമ്മമ്മയാണ് മുന്നിൽ പോകുന്നത്. ഇതാണ് അമ്മമ്മയുടെ ഇഞ്ചി കൃഷി. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഇഞ്ചി കൃഷി. ഇപ്പുറത്ത് ഇവിടെ കാണുന്നതാണ് നമ്മുടെ മഞ്ഞൾ കൃഷി. ഇവിടെ ഒരു മല ഏരിയയാണ്. അപ്പോൾ നമുക്കിവിടെ വലിയ പാറയൊക്കെ കാണാൻ കഴിയും. പാറയാണ്. അത് ചെടി മൂടിപ്പോയതാട്ടോ. ഇവിടെ കുറേ കിളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മഞ്ഞൾ കൃഷി ഉള്ളത്. ഇതാണ് അമ്മമ്മേൻ്റെ ഇളവൻ കൃഷി. നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് കുറേ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ടോ. ഇതാണ് ഗൈസ് അമ്മമ്മയുടെ പപ്പായ കൃഷി എന്ന് പറയുന്നത്. നല്ല കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൂന്ന് കായ് കാണുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കായ് കാണുന്നുണ്ട്. നമുക്ക് നല്ല മേഘമൊക്കെ നന്നായിട്ട് കാണാൻ കഴിയും. ഇനി നമ്മൾ കാണാൻ പോണ അമ്മമ്മയുടെ കോഴി കൃഷിയാണ്. നമുക്ക് ആദ്യം ഇതിനെ തുറക്കാം. കണ്ടോ, കുറെ കോഴിനെ. എനിക്ക് കോഴിനെ പേടിയാണ്. പക്ഷെ ഞാനത് ആ കോഴിനെ പിടിച്ചു തരാം. വളരെ ധൈര്യത്തോടെ ഞാൻ മുന്നിൽ നമ്മളെ കോഴിനെ പിടിക്കുന്നത്. കുറേ കൂടുതൽ കേട്ടോ. അതിനൊന്നും തുറക്കുന്നില്ല. ഒക്കെ ചാടി പറയുന്ന സാധനങ്ങളാണ്. നമ്മളിതാ കുഞ്ഞു കുട്ടികളാ അതെ പിടിക്കുന്നുള്ളൂ. കണ്ടോളി. ഇതാണ് ഇവിടെയുള്ള കുഴൽ കിണറെന്ന് പറയുന്നത്. ഇവിടെ കോഴി കാണാൻ കഴിയും കേട്ടോ. ഞാനൊന്നും ഇതാണ് കുഴൽ കിണറെന്ന് പറയുന്നൊരു സാധനം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ കുഴൽ കിണറെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇതൊക്കെ കഴിഞ്ഞാൽ അമ്മമ്മ അവിടെ നിൽക്കുന്നുണ്ട്. കോഴിയുടെ കൂടെയാണ് അമ്മമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതെ, കുറേ ഉണ്ട്, തുറന്നില്ല എന്നാണ് അമ്മമ്മ പറയുന്നത്. ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുവരെ ബൈ.